ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇത്. ഇതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കടലമാവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കണം. പിന്നെ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഈ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അവയൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. പിന്നെ വേറൊരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അല്പം ജീരകം ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് അതിലേക്ക് അല്പം പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി അരിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ചേർക്കുക. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.